الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് വിശ്വാസികളായി മടങ്ങാനും തെറ്റ് ചെയ്യുന്ന ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാനും ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ആ മൂലയിലിരിക്കുന്ന ആ കുട്ടികൾ ഒന്ന് മാറിക്ക. അവിടെ വാതിൽക്കൽ ആൾ തുറക്കുന്നുണ്ട്. കാര്യം ഇരുന്നോ, ബാക്കിൽ നിന്ന് അവിടെ നിന്ന് ഇരുന്നോ, അവിടെ മാറിയിരുന്നോ. ഇവിടെ സ്ഥലം ആ ഇരിക്കുന്ന ആളുണ്ട്, അവിടെ നിന്ന് മാറിയിരുന്നോ. അവിടെ നിന്ന് പോ. ആ മാറിയിരുന്നു. അവിടെ കടക്കേണ്ട സ്ഥലമാണ് കേട്ടോ, മനസ്സിലായിക്കോ. സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ജീവിതത്തിലെ പാടില്ലാത്ത ഒരുപാട് ഭാരങ്ങൾ പശ്ചാത്തപിച്ചും നന്മയിലേക്ക് മടങ്ങിയും ഇറക്കി വെക്കാനും നമ്മളിൽ നിന്ന് വീഴ്ച പറ്റിയതും നമ്മൾ ചെയ്യേണ്ടതുമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിലെ ശീലമാക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള നാളുകൾ. ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു കാലങ്ങളെക്കാൾ അധികം പ്രാർത്ഥനകളിലും നോമ്പിൽ തന്നെയും സുന്നത്ത് നോമ്പുകളിലും മുഴുകിയിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിനോടൊപ്പം ജീവിച്ച് അവരുടെ കൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങി സ്വർഗത്തിലെത്തണം എന്നതാണ് വിശ്വാസികളായി ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ്
നമ്മൾ വിശ്വാസികളാകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം പള്ളിയിൽ വരുന്നത്. അതൊന്നും വേണ്ട, അള്ളാഹു വേണ്ട, ജീവിതത്തിൽ രക്ഷ വേണ്ട, എനിക്ക് നാളെ പരലോകത്തിൽ എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുണ്ടെങ്കിൽ ഈ സമയത്തും വല്ല പീഡികക്കോലായിലും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം കഴിച്ചു കൂട്ടി പോകാമായിരുന്നല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളായിരുന്നാലും മറ്റു മുതിർന്നവരായിരുന്നാലും എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ രക്ഷയ്ക്ക് വിരുദ്ധമായി വരുന്ന തിന്മകൾ ചെറിയതാവട്ടെ വലിയതാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കാൻ എപ്പോഴും ബാധ്യസ്ഥരാണെന്ന പോലെ, പ്രത്യേകിച്ചും ഈ റമദാനിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഒന്നുകൂടി ആ രംഗത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യരെല്ലാം ഒരുപാട് പ്രയാസങ്ങളിലും ദുരിതങ്ങളിലുമാണ്. എപ്പോഴും ആളുകൾ തമ്മിൽ ഒരുപാട് സുഹൃബന്ധങ്ങളും കൂട്ടുകാരും കുടുംബങ്ങളും ഒക്കെയുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകുടുംബങ്ങളൊക്കെ കണ്ടുമുട്ടുമ്പോൾ രോഗമാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നും നമ്മൾ പറയാറുണ്ട്. ഇത് ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആ ഒരു എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് അവസാനത്തെ വഴി പ്രാർത്ഥനയാണ് എന്നത്. ഒരുപാട് രോഗികളെ നമുക്കറിയാം. വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കി, അല്ല ഇനി രക്ഷയില്ല, നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞുകൊള്ളൂ എന്ന് ഡോക്ടർമാർ കൈയൊഴിയുന്ന ഒരുപാട് രോഗികൾ, ആണ്ടവരോട് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ഒരു രോഗി ഈ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ എൻ്റെ രോഗങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന്. എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ പടച്ചവനോടുള്ള പ്രാർത്ഥന അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് പ്രാർത്ഥിക്കുന്നത്, ആരുടെ പ്രാർത്ഥനയാണ് നമുക്കൊക്കെ രക്ഷയുള്ളത്, നമുക്ക് നമ്മളെ പ്രാർത്ഥനയെക്കാളും വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ജീവിതത്തിൽ ഒരു വലിയ നമ്മുടെ ഭാരം ഇറക്കി വെക്കുന്ന ഒരു രക്ഷാമാർഗം തന്നെയാണ് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി, നമ്മളുടെ ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പണത്തിനു വേണ്ടിയും പ്രതാപത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പടച്ചവനെ, നീ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി എന്നെ ജീവിപ്പിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണമേ എന്ന പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഞാനത് ചിന്തിക്കാറില്ല. പക്ഷേ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിൽ ഞാൻ ഓരോ സമയത്തും വളരെ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് പറയണം. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമല്ലേ അത് ഞാൻ ചിന്തിക്കാറില്ല. അത് അള്ളാഹു ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നുകൊള്ളണമെന്നില്ല. അതായിരിക്കില്ല എൻ്റെ ഹൈറ്. ചിലപ്പോൾ അതായിരിക്കും ഹൈറെങ്കിൽ അള്ള തന്നുകൊള്ളും. ഇന്നീ മുഹ്സിനുൻ നന്നബില്ല, അള്ളാഹുവിനെ പറ്റി എനിക്ക് സൽവിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കിട്ടൂലേ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഞാൻ പ്രാർത്ഥിക്കും എന്നാണ്, പ്രാർത്ഥിക്കണം എന്ന ചിന്ത എന്നെ എപ്പോഴും മതിക്കാറുണ്ട്. ആ ചിന്ത എന്നെ എപ്പോഴും അലട്ടാറുണ്ടെന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദ്ഫഉ അംവാജൽ ബലാഇ ബിദ്ദുആ, ദുരന്തങ്ങളുടെ തിരമാലകൾ വന്നാലും നിങ്ങൾ തടുത്തു നിർത്തുക പ്രാർത്ഥന കൊണ്ട്. തിരമാലകളായി ദുരന്തങ്ങൾ വന്നാലും
പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളതിനെ തടുത്തു നിർത്തണം എന്ന്. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ ഒരു വചനമാണ് ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ കൃത്യമായി എന്നോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഫഖദ് കദ്ദബതും, നിങ്ങളത് കളവാക്കിയിരിക്കുകയാണ്. ഇങ്ങനൊരു പ്രാർത്ഥന കൊണ്ട് അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന വിഷയം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നേടണം എന്ന കാര്യം, ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന കാര്യം നിങ്ങൾ കളവാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യം നേടാൻ പല മാർഗങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നു, പലരോടും നിങ്ങൾ പറയുന്നു, പല കൗശലങ്ങളും നിങ്ങൾ പ്രയോഗിക്കുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമ. ആ ശിക്ഷ നിങ്ങൾക്ക് നിർബന്ധമായി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഅ വദർക്കി ശഖാഅ വസൂഇൽ ഖലാഅ വശമാതത്തിൽ അഅദാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, ജഹ്ദുൽ ബലാഅ, രോഗങ്ങൾ വന്ന്, പ്രയാസങ്ങൾ വന്ന്, ദാരിദ്ര്യങ്ങൾ വന്ന്, ബുദ്ധിമുട്ടുകൾ വന്ന്, എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങി ബലാഅുകളുടെ വിഷമങ്ങളിൽ നിന്ന് എന്നും ദുരന്തങ്ങളും ദുരിതങ്ങളുമായി വിഷമിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവേ, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വദർക്കി ശഖാഅ, എവിടെ എത്തുമ്പോഴും ആ കഷ്ടപ്പാടുകൾ, നിർഭാഗ്യം വന്ന് പിടികൂടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വസൂഇൽ ഖലാഅ, അള്ളാഹുവേ, ഒരു മോശപ്പെട്ട വിധി നിന്റെ ഭാഗത്ത് നിന്ന് എന്റെ മേൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എനിക്കൊരു ദുരിതപൂർണമായ വിധിയല്ല നിന്റെ പക്കൽ നിന്നുണ്ടാവേണ്ടത്, നല്ലത് നീ എനിക്ക് വിധിച്ചു തരണം. ശമാതത്തിൽ അഅദാ, അതുപോലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ശത്രുക്കൾ അത് കണ്ട് ചിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, രക്ഷ തേടുന്നു എന്നൊക്കെ നബി എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. അതിന്റെ വലിപ്പം തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നിന്റെ സവാലി നിഅമത്ത്, നീ എനിക്ക് തന്ന നിഅമത്ത് അതെത്ര ചെറിയതാണെങ്കിൽ പോലും ആ നിഅമത്ത് കൂടി ഇല്ലാതെയാകുന്ന അവസ്ഥയില്ലെന്ന്. വതഹവ്വുലി ആഫിയതിക, എന്റെ ശരീരത്തിന് നൽകിയ ഈ ഒരു ആഫിയത്തുണ്ടല്ലോ, അത് ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക, പെട്ടെന്ന് കളിച്ചും ചിരിച്ചും സന്തോഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വീണു പോകുന്ന നിന്റെ ശിക്ഷ, അല്ലെങ്കിൽ നിന്റെ കോപം, അല്ലെങ്കിൽ നിന്നിൽ നിന്നുള്ള ദുർവിധി കൊണ്ട് എന്നെ തളർത്തിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നബി പോലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വരുന്നുണ്ട്, നബി, ഞാൻ ഉംറക്ക് പോവുകയാണ്, മദീനയിൽ നിന്ന് ഞാൻ ഉംറക്ക് പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമർ പോകൂ, സന്തോഷമാവട്ടെ. യാ ഉഖയ്യ ലാ തൻസനി മിൻ ദുആഇക, ലാ തൻസന മിൻ ദുആഇക. എന്റെ കൊച്ചു സുഹൃത്തെ, പ്രിയപ്പെട്ട സഹോദര, ആ സ്നേഹത്തിന്റെ വിളിയാണ്. ലാ തൻസന മിൻ ദുആഇക, നീ ഉംറക്ക് ചെന്ന് ഹറമിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളെ ഒന്നും മറക്കരുത് കേട്ടോ. ഇത് ആരോടാ പറയുന്നത്? പ്രവാചകനാ പറയുന്നത്, മറ്റുള്ള ആളുടെ ദുആ ചെയ്യാൻ. അപ്പൊ ദുആക്ക് അത് തന്റെ താഴെയുള്ളവനായിരുന്നാൽ പോലും രക്ഷ കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷയാണല്ലോ ലാ തൻസന മിൻ ദുആഇക എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിമാരുടെ കൂടെ ഇരിക്കുമ്പോ നബി ഇങ്ങനെ പല ജനങ്ങളുടെയും വിശ്വാസികളുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് യമനിൽ. വഹയായിരുന്നു. നബി ഉവൈസിനെ കണ്ടിട്ടില്ല. ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി റഹിമഹുല്ലാ നബിയെ കണ്ടിട്ടില്ല, മദീനത്ത് വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം നബിയെ പറ്റി കേട്ട് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമായിരുന്നു.
ഇസ്ലാമികമായി തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നബിയെ കാണാൻ ഉവൈസുൽ ഖർനിക്ക് ധാരാളം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പോരാൻ പറ്റില്ല. കാരണം ഉമ്മ രോഗിയായി കിടക്കുകയാണ്, നിത്യരോഗി. ഉമ്മയെ പരിചരിക്കാൻ ഉവൈസ് മാത്രമേ, മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഉമ്മയെ വിട്ട് ഞാൻ നബിയെ കാണാൻ പോകുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രധാനമായത് എൻ്റെ ഉമ്മയെ പരിചരിക്കലാണെന്നുള്ള ആ ഉത്തരവാദിത്ത ബോധം ഉവൈസിനെ നബിയുടെ അടുക്കലേക്ക് എത്തിച്ചില്ല. പക്ഷെ ഈ വിവരം അല്ലാഹു തആല, യമനിലൊരു മനുഷ്യനുണ്ട് ഉവൈസുൽ ഖർനി എന്ന മനുഷ്യൻ, അദ്ദേഹം ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി, ആ പുണ്യകർമ്മത്തിന് വേണ്ടി വീട്ടിലിരിക്കുകയാണ്. നിങ്ങളെ കാണാൻ വന്നിട്ടില്ല നബിയെ, അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം എൻ്റെ അടുക്കലുണ്ടെന്ന് അല്ലാഹു തആല വഹി അറിയിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ, ഏതെങ്കിലും കാലത്ത് യമനുകാര് വിശ്വാസികളായി വരുമ്പോൾ ഉവൈസ് എന്നൊരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടണം. അത്രമാത്രം ഉന്നതനാണ് അദ്ദേഹം എന്ന്. പിൽക്കാലത്ത് ഖലീഫയുടെ ഭരണകാലത്ത് യമനികൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. അവർ യാത്രാ സംഘങ്ങളായി മദീനത്ത് വന്നു. ഉമർ ഓരോ സംഘങ്ങൾ വരുമ്പോഴും ചോദിച്ചു, നിങ്ങൾ യമനിൽ നിന്നാണോ? കർണ് ഗോത്രക്കാരായ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉവൈസ് ഉണ്ടോ? ഒരു ദിവസം ഒരു സംഘം വന്നപ്പോൾ ചോദിച്ചു, യമനുകാരാണല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുറാദ് ഗോത്രത്തിലും പിന്നീട് കർണ് ഗോത്രത്തിലുമൊക്കെയായി ജീവിച്ച ഉവൈസ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒരാൾ വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് പറഞ്ഞു, ഞാനാണ് ഉവൈസ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നിങ്ങളാണ് ഉവൈസ് അല്ലേ? അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് റസൂല് പറയുന്നത്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാറിന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന്. ഉവൈസിനോട് ഇത് പറഞ്ഞപ്പോ ഉവൈസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാളും എത്രയോ ചെറിയവനാണല്ലോ, ഞാനല്ല നിങ്ങളാണല്ലോ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഞാനാണ് നിങ്ങളോട് ഇസ്തിഗ്ഫാറിന് ആവശ്യപ്പെടുന്നത്. അതല്ലേ ആദ്യം ഞാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. റസൂൽ എന്നോട് പറഞ്ഞതാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പറയാൻ. ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധി മാതാവിനോടുള്ള ബന്ധം നിലനിർത്തി എന്നതായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഇതാണ് പ്രാർത്ഥനയുടെ വലിപ്പം എന്ന് പറയുന്നത്. ചെറിയതല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് മറ്റുള്ളവരോട് ആരുടെ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുക എന്ന് അറിഞ്ഞുകൂടാ. ആരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി അള്ളാഹു പരിഗണിക്കുക എന്ന് അറിഞ്ഞുകൂടാ. ഇദാ ദഅൽ മുസ്ലിമു ലി അഖീഹി ബിളഹിരിൽ ഗൈബി ഖാലൽ മലക്കു ആമീൻ വലക ബിമിസ്ലിൻ. ഒരു മുസ്ലിം മറ്റൊരു സഹോദരന് വേണ്ടി, ആരാവട്ടെ സഹോദരൻ, അവന് വേണ്ടി ലഹറുൽ ഗൈബ്, അവൻ അറിയാത്ത രൂപത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്ക് വന്ന് പറയും, ആമീൻ, നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ലല്ലോ, അവന്റെ മുഖസ്തുതിക്ക് വേണ്ടിയല്ലല്ലോ, അവൻ നിന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടല്ലേ. അവനുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ഞാനും ആമീൻ പറയുകയാണെന്ന് പറഞ്ഞ് മലക്ക് ആമീൻ പറയുകയും വലക ബിമിസ്ലിൻ, നീ അവന് വേണ്ടി എന്ത് നന്മയാണോ പ്രാർത്ഥിച്ചത് ആ നന്മ നിനക്കും കൂടി ഉണ്ടായിരിക്കും, നിനക്ക് കൂടി കിട്ടുമെന്ന് മലക്ക് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ റമദാനിന്റെ മുമ്പിലാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ജീവിതത്തിലുള്ള വേണ്ടാത്ത മാറാപ്പുകളും അനാവശ്യമായ തെറ്റുകുറ്റങ്ങളും നാം മാറ്റി വെക്കണം, തലയിൽ നിന്ന് ഇറക്കി വെക്കണം. ഒരുപാട് തിന്മകളിൽ നിന്ന് നാം മോചിതമാവണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അള്ളാഹുവിനോടുള്ള ബന്ധവും തിരിച്ചു വരാനും നാം ഏറ്റെടുക്കാനും തയ്യാറാവണം. അതിനൊന്നാമതായി നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയാണ്. നാം സ്വയം പ്രാർത്ഥിക്കുക.
മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിൽ എന്നും 5 വഖത്ത് നേരവും ഉണ്ടാവുന്ന, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സഹോദരന്മാരുണ്ട്, പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന, അല്ലാത്തവരുമുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നും മെസ്സേജുകളിൽ കൂടി വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്ക് നല്ലവരാണെന്ന് തോന്നുന്ന, ഉമറുൽ ഖത്താബ് ഉംറയ്ക്ക് പോവുക ആയതുകൊണ്ട് ഉംറയിൽ നബിയേക്കാളും ചെറിയതാണ് ഉംറയെങ്കിലും ഉംറയിൽ ഹറമിന്റെ അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് കരുതി റസൂല് പോലും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യുക. അങ്ങനെ ജീവിതത്തിന്റെ ഒരു വിശുദ്ധി നേടിയെടുക്കുന്നതിനെ പറ്റി ഗൗരവതരമായി ആലോചിക്കുന്ന മാസമാണ് ശഅബാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ആരുടെ പ്രാർത്ഥനയാണ്? നമ്മുടെ കൂട്ടത്തിൽ ആര് ആമീൻ പറഞ്ഞാലാണ്, അല്ലെങ്കിൽ നമ്മുടെ സൂറ് വലയങ്ങളിൽ, നമ്മുടെ ഗുരുനാഥന്മാരിൽ, നമ്മുടെ ചങ്ങാതിമാരിൽ, നമ്മുടെ കാരണവന്മാരിൽ അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് പ്രത്യേകമായി ലഭിക്കുക എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അത് ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറ്റണം എന്ന പോലെ തന്നെ ആരൊക്കെ നമ്മൾ രോഗിനെ കാണാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ കുറെ കാലമായി കണ്ടിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പോവാന്ന് പറയും. എന്ന് പറഞ്ഞൊരു ഒരു ബന്ധം പുതുക്കുമ്പോൾ പറയുന്ന ഒരു അശ്രദ്ധമായ വാക്ക് ആവരുത്. വസിയത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ഒരുപക്ഷെ കാര്യഗൗരവത്തോടുകൂടി നമ്മളോട് പറയാത്ത ഒരു പ്രയാസപ്പെട്ട രഹസ്യമായ പ്രയാസം കൊണ്ടായിരിക്കാം അവൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയെക്കാളും കിട്ടുമെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വെറും ഒരു വാക്കായി എടുക്കാതെ അവൻ എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കണം, അതിന് നല്ല സമയം നമ്മൾ കണ്ടെത്തണം. നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയങ്ങൾ, അർദ്ധരാത്രിയിൽ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയങ്ങൾ, അങ്ങനെയുള്ള നല്ല സമയങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പലരും നമ്മളെ പ്രാർത്ഥന മരിച്ചുപോയവർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ചങ്ങാതിമാർ, കൂട്ടുകാർ, മാതാക്കൾ, പിതാക്കൾ, ബന്ധുക്കൾ, അവരൊരു പക്ഷേ ഖബറിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരു ചെറിയ ആശ്വാസമെങ്കിലും അവർക്ക് കിട്ടുക. നിരന്തരമായ നിത്യജീവിതത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ടോ ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് നമ്മുടെ നന്മക്ക് വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഒരു ഖൈറ്. മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണെന്നുള്ള ഒരു നന്മ അയാളെ ബോധ്യപ്പെടുത്തുകയാണല്ലോ. അയാൾക്കത് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമല്ലോ, അയാൾക്കൊരു മാറ്റം വരുമല്ലോ. ആ പാവപ്പെട്ട രോഗി എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, പഠിച്ചവനെ അയാളുടെ രോഗം മാറ്റിക്കൊടുക്കണമേ. അലക്ഷ്യമായ ഒരു ആമീനിനേക്കാൾ അധികം നമ്മൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനും സ്വയം പ്രാർത്ഥിക്കാനും മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ കാര്യഗൗരവമായി തന്നെ അതിൻ്റെ സമയവും നേരവും ഒക്കെ കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ഇതാണ് ഈ സന്ദർഭത്തിൽ, ഈ നല്ല ഈ ഒരു റമദാനിനോട് അടുത്ത സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് ഈ പറഞ്ഞ കാര്യം തന്നെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായി നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു ആമീൻ നമ്മൾക്ക് ആത്മാർത്ഥമായി കൊടുക്കുക. രോഗത്തിൽ നിന്ന് നമ്മളോട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു തആല ശിഫയും ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി പരലോകം രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, റമദാനിനോടനുബന്ധിച്ച് ഈ പള്ളി കേന്ദ്രമാക്കി 100-ലധികം ഭക്ഷണ കിറ്റുകൾ നോമ്പ് നോൽക്കും എന്ന് ഉറപ്പുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്.
നമ്മുടെ ബാധ്യത അത്രയേ ഉള്ളൂ. അതനുസരിച്ച് അവർ ഇഫ്താർ നടത്താൻ വേണ്ടി ആ ഭക്ഷണ കിറ്റ് ഈ കൊല്ലവും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കിറ്റിന് സാധാരണ ഒരു ചെറിയ കുടുംബത്തിലേക്ക് 1750 റുപ്യയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഇഫ്താറിനുള്ളതാണ് എന്ന് കൊടുക്കുന്നവർക്ക് നല്ല നെയ്യത്തുണ്ട്, വാങ്ങുന്നവരും ആ നെയ്യത്തുണ്ടാവണമെന്ന് നമ്മൾ പറയാറുമുണ്ട്. ആ 1750 റുപ്യ ഒരു കിറ്റിന് വില വരുന്നത് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്ത് ഞാൻ ഇത്ര കിറ്റ് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അത് കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സാധാരണ സാധുക്കളായ മനുഷ്യന്മാർക്ക് നമ്മൾ പിരിച്ചു വരാറുള്ള റിലീഫിന്റെ ദിവസമാണ്. നിങ്ങളെ പെട്ടിയിലോ ബക്കറ്റിലോ നിങ്ങളുടെ സഹായം നിക്ഷേപിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.